അവൾമാർക്ക് കൊടുത്തത് കണക്കിന് കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നേ. ഇവൾമാരൊരു അഡ്രസ്സും ഇല്ല. ആ അങ്ങനെ തന്നെ വേണം. നമ്മളോട് കളിച്ചാൽ അത്ര ശരിയാവില്ലെന്ന് അവൾമാരൊന്ന് പഠിക്കട്ടെ. ഇതുവരെ ക്ലാസ്സിലോട്ട് വന്നിട്ടില്ല. ഇന്നെന്തായാലും വരും. ഇനി ഇന്നെന്ത് പ്രശ്നം കൊണ്ടാണ് അവൾ വരാൻ പോകുന്നത്? അവൾ എന്ത് പ്രശ്നം കൊണ്ട് വന്നാലും നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കണം. അതെ അതെ, അത് നീ പറഞ്ഞ കറക്റ്റാ. അവൾ എന്തോ മനസ്സ് കരുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ആ അത് ശരിയാ, എനിക്കും നല്ലോണം തോന്നി. ഇന്നലെ എന്തോ നമുക്കിട്ട് നല്ല പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം അവൾമാര് രണ്ടുപേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പതാ വേറൊരുത്തിയും കൂടി വന്ന് ചേർന്നിട്ടുണ്ട്. ആരാ അവൾമാരിപ്പോ ചേർന്നേ? ആ സൂസി ഇല്ലേ അവള്? സൂസിയോ? അതെ സൂസി തന്നെ. ഞാൻ ഇന്നലെ എന്നെ കണ്ടുകൊണ്ട് കണ്ടതാ. അവര് 3 പേരും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിട്ട് എന്തോ പായ വെക്കാനാണെന്ന് തോന്നുന്നു. ആ ഏതായാലും എല്ലാരും ഒന്ന് കരുതിയിരുന്നോ. എവിടുന്നാ പണി വരുന്നെന്ന് പറയാൻ പറ്റില്ല. അതെ അതെ, നീ പറഞ്ഞത് ശരിയാ. എന്റെ അമ്മോ, പറഞ്ഞു നാവ് അകത്തേക്കിട്ടില്ല. അപ്പേക്കും വന്നല്ലോ സാധനങ്ങൾ. എല്ലാവരും ഇന്ന് നേരത്തെ എത്തിയല്ലേ? ആടി നേരത്തെ എത്തി. നിനക്ക് എന്തിനെന്താ ഛേദം? ഞങ്ങളെ കാലുണ്ടല്ലേ നടന്നു വരുന്നേ. നിന്നോട് പറഞ്ഞിട്ടൊന്നല്ലല്ലോ. ഓ, കേറി വരുമ്പോ തന്നെ ഇവൾമാരുടെ മുഖാണല്ലോ കാണുന്നത്. അതെ അതെ, ഞാനും കരുതിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ല? ഞങ്ങൾ മാത്രം നോക്കിയിരിക്കാണോ നിങ്ങളെ മെയിൻ പണി? അതെല്ലോ, നിങ്ങളെ മാത്രം നോക്കിയിരുന്ന് ഞങ്ങൾ ഇത്ര നേരം കണ്ണ് കടച്ചിരിക്കായിരുന്നു. ഇപ്പോഴെങ്കിലും നിങ്ങളൊന്ന് വന്നല്ലോ. അതെ അതെ, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാന്നൊക്കെ പറയില്ലേ, അതെന്നെ. ഓ, നിങ്ങളൊക്കെ ഒന്ന് പോടി. ഇന്നലെ നിങ്ങൾ എന്നോട് ചെയ്തൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. എന്റെ മനസ്സിലത് ഇരിപ്പുണ്ട്. തക്കം കിട്ടിയ നിങ്ങൾക്ക് ഞാൻ എതിരിട്ട് അടിച്ചിരിക്കും. എതിരിട്ടടിക്കാൻ നീ എന്താ ഗോൾ മാസ്റ്ററാ? ഒന്ന് പോടി, നീ കണക്ക് കൂട്ടി വെച്ചോ. ആ, ഞാൻ കണക്കെല്ലാം കൂട്ടി വെച്ച് ശരിയാക്കിട്ട് എന്നെ ഇരിക്കണേ. നീ മനസ്സിൽ കുറിച്ചിട്ടോടി, നിനക്ക് ഇതിനുള്ളത് ഞാൻ തരുന്നുണ്ട്. അത് വൈകാതെ തന്നെ നിനക്ക് മനസ്സിലാവും ചെയ്യൂ. നീ വാടി, ഇവൾമാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പോകാം. ഇപ്പൊ മനസ്സിലായില്ലേ അവൾമാരെന്തോ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന്? അതെ അതെ, മനസ്സിലുള്ളത് ഓരോന്നോരോന്ന് പുറത്തു വരുന്നത് കണ്ടോ. പക്ഷേ എന്താ പ്ലാനിങ് എന്ന് മാത്രം മനസ്സിലായില്ല. അതെന്താന്ന് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. ഷോ, എന്താണെന്നൊരു ക്ലൂ പോലും കിട്ടിയില്ലല്ലോ. വരട്ടെ, സമയമുണ്ട്, നോക്കാം. ആ, മിസ് വരാറായി. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ആ, പോകാം വാ. എടി അലീന, നിന്റെ പ്ലാൻ എന്താ? നീ പറയ്. അതൊക്കെ ഉണ്ടെടി, നല്ല കിടിലൻ പ്ലാനാ. ഇത് വർക്കൗട്ട് ആയ പിന്നെ ക്ലാസ്സിൽ അവൾമാരെല്ലാരും നാറും. അവൾമാരെല്ലാം നാറുന്നോ? അതെ അതെ, ക്ലാസ്സിലെ അവൾമാർക്കല്ലേ നല്ല പേരല്ലേ, അതൊക്കെ ഇന്ന് ഇല്ലാതാവും. നീ പ്ലാൻ പറ, ഞാനും കൂടി കേക്കട്ടെ. പ്ലാൻ എന്താ? ഇതാ ഈ സാധനം നീ കണ്ടോ? ആ കണ്ടു. ഇത് നിന്റെ പുതിയ പൗച്ചല്ലേ? അതെ, ഇത് നല്ല വില കൂടിയ പൗച്ചാ. എന്റെ മമ്മി എനിക്ക് വാങ്ങിത്തന്നതാ. ആ, അതിന് ഇത് വെച്ച് എന്താ പ്ലാന്? ഇത് വെച്ച് തന്നെയാ പ്ലാന്. നീ കാര്യം പറയടി. എടി, ഇതൊന്ന് നോക്കേ. ഈ പൗച്ച് കണ്ട ആർക്കൊന്നും എടുക്കാൻ തോന്നില്ലേ? അത്രയ്ക്ക് ഭംഗിയല്ലേ ഇത്? അതെ അതെ, എനിക്കും തോന്നിയിട്ടുണ്ട്. എന്ത്? അല്ല, ആര് കണ്ടാലും മോഹിക്കും എന്നാ പറഞ്ഞേ. ആ, അത് തന്നെ. അതുമ്മ വെച്ചിട്ടാ എന്റെ കളി. ആ, പറ കേക്കട്ടെ. അതെ, ഈ പൗച്ച് ഞാൻ ആരും കാണാതെ ആ ദേവൂട്ടിയുടെ ബാഗ് കൊണ്ടിടും. എന്നിട്ട് മിസ്സിനോട് പറയും എന്റെ പൗച്ച് കാണാനില്ലാന്ന്. എന്റെ വില കൂടിയ പൗച്ച് ഇവിടെ ആരോ മോഷ്ടിച്ചെന്നും പറയും. അയ്യോ, അത് പ്രശ്നമില്ലേ? അതെ, പ്രശ്നാവാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നേ. എന്റെ പൗച്ച് കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ കരയിൽ തുടങ്ങും. അപ്പൊ മിസ് സ്വാഭാവികമായിട്ട് പറയും എല്ലാവരുടെ ബാഗ് ഒന്ന് സെർച്ച് ചെയ്യാൻ. അങ്ങനെ സെർച്ച് ചെയ്ത് അവസാനം ദേവൂട്ടിയുടെ ബാഗിൽ നിന്ന് എന്റെ പൗച്ച് കിട്ടും. അങ്ങനെ ക്ലാസ്സിൽ എല്ലാവരുടെ ഇടയിൽ വെച്ച് അവൾ നാറും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഓ എന്റെ ദൈവമേ, കിടിലൻ ഐഡിയ. ഇതൊക്കെ നിനക്ക് എവിടുന്നാടി കിട്ടുന്നേ? ഞാനാരാ മോൾ, എന്നോട് അവൾമാര് കളിക്കാൻ നിൽക്കുന്നേ? ഓഹോ, ഇതാണല്ലേ പ്ലാൻ. എന്റെ പഠിച്ചോനെ, എടി പെരുങ്കള്ളി, നീ ഞങ്ങളിട്ട് കൊടുക്കാൻ നോക്കുവാണല്ലേ? ശരിയാക്കി തരുന്നുണ്ട്. എന്റെ പ്ലാൻ വർക്കൗട്ട് ആയാൽ നിനക്ക് പ്രത്യേക ചെലവ് ഞാൻ തരുന്നുണ്ട്. പക്ഷെ നീ എന്റെ കൂടെ നിക്കണം കേട്ടോ. പിന്നല്ല, നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ട്. എന്റെ പൂച്ച കാണാനില്ലെന്ന് പറയുമ്പോ നീ ഒന്നും കൂടി ഏറ്റു പറഞ്ഞ് നല്ലോണം ഒന്ന് കളറാക്കിയേക്ക്. എങ്കിലേ മിസ് നല്ലോണം ഒന്ന് സ്ട്രോങ് ആയിട്ട് എല്ലാവരുടെ ബാഗ് ഒന്ന് തെരയുള്ളൂ. ഓക്കെ, അത് ഞാൻ ഏറ്റു. എങ്കി വാ, നമുക്ക് ക്ലാസ്സിൽ കയറാം. എന്റെ അമ്മോ, എന്തൊരു കുരുട്ടു ബുദ്ധിയാ അവളുടെ തലക്കകത്ത്. അതെ ഡീ, അവൾ അങ്ങനെ ഏറ്റാൻ പറ്റില്ല. അവളുടെ പ്ലാനിങ് നടപ്പിലാക്കുന്നതിന് മുമ്പ് നമുക്ക് പ്ലാൻ ഒന്ന് മാറ്റി ചിന്തിച്ചാലോ? അതെ, പ്ലാന് മാറ്റി തിരുത്തേണ്ട സമയമായിരിക്കുന്നു. അവൾ പോലും പ്രതീക്ഷിക്കാത്ത നല്ലൊരു കിടിലൻ പണി അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ സമയം. വാ, ദേവൂട്ടിയോട് എല്ലാം കാര്യങ്ങൾ ചെന്ന് പറയാം. ഡീ, നമ്മൾക്കെതിരെ നല്ലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടേ. എന്ത് ഗൂഢാലോചന? എടീ, അവൾമാര് രണ്ടും നല്ല പണിയും കൊണ്ടാ വരുന്നേ. അയ്യോ, എന്ത് പണി? ആർക്കിട്ട പണി? ഇപ്പൊ അവളെ ഉന്നം വെച്ചിരിക്കുന്നത് ദേവൂട്ടിയാ. അയ്യോ, എന്താ? നോക്കേ, അവളുടെ കയ്യിൽ നല്ല വെളിവെടുപ്പില്ല ഒരു പൗച്ചില്ലേ. അവൾ അത് ആരും അറിയാതെ ദേവൂട്ടിയുടെ ബാഗ് കൊണ്ട് ഇടാനുള്ള പ്ലാനിങ്ങാ.
എന്നിട്ട് കാണാനില്ലെന്ന് പറഞ്ഞ് മിസ്സിനോട് പറയും. മിസ്സാണെങ്കിൽ എല്ലാവരുടെ ബാഗും സെർച്ച് ചെയ്യും. അവസാനം ദേവുട്ടിയുടെ ബാഗ് എന്നത് കിട്ടുമ്പോ ദേവുട്ടി കള്ളിയാവും. അതാണ് അവളുടെ പ്ലാനിങ്. അയ്യോ എന്റെ അമ്മേ, എന്നെ കള്ളിയാക്കാനുള്ള പ്ലാനിങ് ആണോ? ഓ മൈ ഗോഡ്, ഇതൊരു ഒന്നൊന്നര പ്ലാനിങ് ആയി പോയി. ആട്ടെ, നിങ്ങളിതെങ്ങനെ കേട്ടേ? ഞങ്ങൾ അവളുമാരെ രണ്ടും സംസാരിക്കുന്നിടത്തുനിന്ന് കേട്ടതാ. ഭാഗ്യത്തിന് എല്ലാം കേട്ടു. ഇതിപ്പോ കേട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? അയ്യോ, ഇനി എന്താ ചെയ്യാ? മിസ്സാണെങ്കിൽ വരാനായല്ലോ. നിങ്ങളൊന്നും പേടിക്കണ്ട, അതിനൊക്കെ വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സാധാ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നേ. അവൾക്കുള്ള തിരിച്ചുള്ള പണി എന്റെ കയ്യിലുണ്ട്. എല്ലാം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുന്നേ. എടി എന്താ നീ പറഞ്ഞു വരുന്നേ? കാര്യം പറഞ്ഞോണ്ടേ. കാര്യം ഞാൻ ഇപ്പൊ പറയില്ല, നീ കണ്ടോ. ഞാൻ ഇല്ലോടത്തോളം കാലം എന്റെ ഫ്രണ്ട്സിന് ഒന്നും സംഭവിക്കില്ല. അതെ അതെ, അതിനവരെ സമ്മതിക്കില്ല. ഒരു കാര്യം നിനക്ക് ഞാൻ പറഞ്ഞുതരാം. നിന്റെ ബാഗിന്ന് അവൾക്ക് ആ പൗച്ച് കിട്ടാൻ പോകുന്നില്ല. മറിച്ച് അവൾക്ക് നല്ലൊരു തിരിച്ചുള്ള പണി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പേടിക്കാതെ പോയിരുന്നോടി, ഞങ്ങളില്ലേ നിന്റെ കൂടെ. ആടി, ഓക്കെ ഓക്കെ. ആ ഇതേ അവൾമാര് വരുന്നുണ്ട്. ഇനി ഒന്നും അറിയാത്ത പാടിൽ നിന്നാ മതി. ഓക്കേ? ആ ഓക്കെ ഓക്കെ. എടി അലീന, അവൾമാരൊന്നും അറിഞ്ഞിട്ടില്ല നമ്മളെ പ്ലാനിങ്ങിനെ പറ്റിയിട്ട്. അതെ അതെ, അവൾമാർക്കൊന്ന് ശരിക്കും കൊടുക്കുന്നുണ്ട്. ഇന്ന് അവൾമാർക്കൊന്ന് നാറി വലിയുന്നത് എനിക്ക് നല്ലോണം കണ്ടൊന്ന് ചിരിക്കണം. അതിന് തന്നെയാടി ഞാനും കാത്തിരിക്കുന്നേ. നമുക്ക് നോക്കാടി, മിസ് ഒന്നിങ്ങോട്ട് വന്നോട്ടെ.